സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കി പെരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ശുദ്ധ ഖുർആനിലെ സ്ത്രീകൾ എന്ന അധ്യായം, അതിലെ 4-ാമത്തെ ആയത്താണ് നമ്മളിപ്പോൾ പാരായണം ചെയ്തു കേട്ടത്. ഒരു ആയത്ത്. ഈ ഒരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്യുന്നത് മഹറിനെ സംബന്ധിച്ചാണ്, അഥവാ വിവാഹ മൂല്യത്തെ സംബന്ധിച്ചാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണമെങ്കിൽ മഹർ നൽകൽ, അഥവാ വിവാഹ മൂല്യം കൊടുത്ത് വിവാഹം കഴിക്കൽ നിർബന്ധമാണ്. മഹർ നിർബന്ധമാകുന്ന ഘട്ടമുണ്ട്. എപ്പോഴാണ് മഹർ കൊടുക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നു, വആതുൻ നിസാഅ സദഖാതിഹിന്ന നിഹ്ല. സ്ത്രീകൾക്ക് അവരുടെ വിവാഹമൂല്യം തികഞ്ഞ തൃപ്തിയോടെ നിങ്ങൾ നൽകുക. വിവാഹമൂല്യം സ്ത്രീക്ക് നൽകേണ്ടത്, സ്ത്രീക്ക് അവിടെ അവകാശപ്പെട്ടതാണ്. അത് നൽകേണ്ടത് തികഞ്ഞ തൃപ്തിയോടെ ആയിരിക്കണം, മനപ്പൊരുത്തത്തോടെ ആയിരിക്കണം, നല്ല റാഹത്തായി, നല്ല സന്തോഷത്തോടെ ആയിരിക്കണം. فَإِن طِبْنَ لَكُمْ عَنْ شَيْءٍ وَمِنْهُ نَفْسًا فَكُلُوهُ هَنِيئًا مَرِيئًا. ആ മഹർ നൽകപ്പെട്ടതിൽ നിന്ന് എന്തെങ്കിലും അവൾ നല്ല മനസ്സോടെ നിങ്ങൾക്ക് വിട്ടുതരികയാണ് എങ്കിൽ നിങ്ങളത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കുകയും ചെയ്യാം. അതല്ലാതെ ഒരു നിലയ്ക്കും ആ മഹറിനെ തിരിച്ചു വാങ്ങിക്കാൻ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുകയോ ബലം പ്രയോഗിക്കുകയോ അക്രമം കാണിക്കുകയോ യാതൊന്നും അരുത്. അല്ലെങ്കിൽ നിങ്ങൾക്കത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കർശനമായി. അപ്പൊ ഈ ആയത്തിൽ ഒന്നാമതായി പറഞ്ഞത്, സ്ത്രീക്ക് നിങ്ങൾ മഹർ നൽകണം. അത് നൽകുന്നത് വളരെ സംതൃപ്തിയോടുകൂടി നല്ല മനസ്സോടെ ആയിരിക്കണം മഹർ നൽകേണ്ടത്. അത് പൂർത്തീകരിച്ച് നൽകുകയും ചെയ്യണം. എന്നാൽ പരിശുദ്ധമായ ഖുർആനിൽ അല്ലെങ്കിൽ ഹദീസിൽ ഒരിടത്തും എത്രയാണ് മഹർ നൽകേണ്ടത് എന്ന് നിശ്ചിതമായ ഒരു അളവ് എവിടെയും പറയപ്പെട്ടിട്ടില്ല. ഖുർആനിലുമില്ല, ഹദീസിലുമില്ല. ഇത്ര നൽകണം എന്ന് പറഞ്ഞിട്ടില്ല. എന്നാണ് അതിന്റെ ഹിക്മത്ത്? മനുഷ്യൻ സാമ്പത്തികമായി ഒരേ നിലയിലല്ല, വ്യത്യസ്തമായ നിലയിലാണ് ആളുകളുള്ളത്. സാമ്പത്തികം അധികമായുള്ളവരുണ്ട്, മധ്യ നിലവാരമുള്ളവരുണ്ട്, തീരെ ഒന്നുമില്ലാത്തവരുണ്ട്, ദരിദ്രരായ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഓരോരുത്തരെയും പരിഗണിച്ചു കൊണ്ടിട്ട് ആണ് അവർ മഹർ നിശ്ചയിക്കുക. അത് അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? തീരെ കുറച്ചുമാകാം, സ്വർണത്തിന്റെ വലിയ കൂമ്പാരവും മഹറായി നൽകാം. ഇതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം. എന്നാൽ ഹനഫി മദ്ഹബ് അനുസരിച്ച്, ഹനഫി മദ്ഹബില് ഒരാൾ മഹർ നിശ്ചയിക്കുമ്പോൾ 10 ദിർഹമിൽ കുറയാൻ പാടില്ല എന്ന് ഹനഫി മദ്ഹബില് വളരെ കാർക്കശ്യത്തോടുകൂടി പറയപ്പെടുന്നു. 10 ദിർഹമിൽ കുറയാൻ പാടില്ല. അതെത്ര ദരിദ്രനായാലും എത്ര പാവപ്പെട്ടവരായാലും മഹർ നൽകുമ്പോൾ 10 ദിർഹമിൽ കുറയാൻ പാടില്ല എന്ന് കാർക്കശ്യത്തോടെ ഹനഫി മദ്ഹബ്. 4 ദിർഹമിൽ കുറവ് വരാൻ പാടില്ല, 4 ദിർഹമിൽ കുറയാൻ പാടില്ല എന്ന് മാലിക്കി മദ്ഹബിൽ, 3 ദിർഹമിൽ കുറയരുത് എന്ന് മാലിക്കി മദ്ഹബിലും പറയപ്പെടുന്നു. എന്നാൽ ശാഫിഈ മദ്ഹബ് അനുസരിച്ച് വില നിശ്ചയിക്കാവുന്ന, വില കിട്ടുന്ന ഏതും എന്ത് ചെയ്യാം? മഹറായി നൽകാം. അതിന് പരിധി നിശ്ചയിച്ചിട്ടില്ല. ഇത്രയാകാവൂ, ഇത്ര കുറയരുത് എന്ന് ശാഫിഈ മദ്ഹബിൽ പറയപ്പെടുന്നു. പക്ഷെ വില കിട്ടുന്നതാണ്. ഇപ്പോൾ ഒരു പേന കൊടുക്കും, അപ്പൊ ആ പേന എന്താണ്? അതിന് വില കിട്ടുന്നതാണ്. ഒരു ജോഡി വസ്ത്രം കൊടുക്കും, അതിന് വില കിട്ടുന്നതാണ്. അങ്ങനെ വിലയാകാൻ കഴിയുന്ന ഏതും മഹറായി നിശ്ചയിക്കാം എന്നുള്ളതാണ് ശാഫിഈ മദ്ഹബിന്റെ അഭിപ്രായം. ഇതാണ് മദ്ഹബുകളുടെ കാഴ്ചപ്പാട്. എന്നാൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ,
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മഹറിന്റെ വിഷയത്തിൽ സഹാബത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന പല സംഭവങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ ഒരു നബിയുടെ മഹറിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഏത് നബിയുടെയാണ്? ഒരു നബിയുടെ മഹർ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹർ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വിവാഹം കഴിക്കുന്നതിന് പെണ്ണിന്റെ പിതാവ് വെച്ച നിബന്ധന എന്താണ്? 8 വർഷം ആടിനെ മേയ്ക്കണമെന്നാണ്. 8 വർഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഖാദിമായി, ഈ വീട്ടിലെ ഖാദിമായി നിന്ന് എൻ്റെ ആട്ടിൻ പറ്റങ്ങളെ മേയ്ക്കണം 8 വർഷം. ആ 8 വർഷം ആട്ടിൻ പറ്റങ്ങളെ മേയ്ച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് എൻ്റെ മകളെ വിവാഹം കഴിച്ചു തരുന്നത്. എന്നിട്ട് ഒന്നുകൂടി ചേർക്കും. ഇനി 2 കൂടി അധികരിച്ച് 10 പൂർത്തിയാക്കുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ മൂസാ നബി തിരിച്ചു ചോദിച്ചു, ഞാൻ 10 പൂർത്തിയാക്കിയാൽ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ എന്ന് ചോദിച്ചു. തീർച്ചയായും. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം 10 വർഷം ആടിനെ മേയിച്ചു. എന്തിനു വേണ്ടിയാ? വിവാഹം കഴിക്കാൻ. മഹർ ഖുർആൻ പറയുന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടി നാട്ടിലെ പൗരപ്രമുഖന്മാരായ ഒട്ടനവധി ആളുകൾ വിവാഹ ആലോചനയുമായിട്ട് വന്നു. ഒരുപാട് ആളുകൾ വിവാഹാലോചനയുമായിട്ട് വന്നു. ആരാണ് ആഗ്രഹിക്കാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ ആരാ ആഗ്രഹിക്കാത്തത്? വലിയ വലിയ ഗോത്ര തലവന്മാര്, വലിയ വലിയ രാജാക്കന്മാര്, വലിയ വലിയ പ്രഭുക്കന്മാര്, ധനാഢ്യന്മാര്, അങ്ങനെ പലരും വന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകൾക്ക് പുതിയാപ്പളയായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി മനസ്സിൽ കരുതി വെച്ചിരുന്നത് കുട്ടിപ്രായത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം വളർന്ന അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. കാരണം എന്താ? അലി റളിയല്ലാഹു അൻഹുവിന്റെ രഹസ്യവും പരസ്യവും ഉള്ളും പുറവും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം. അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഫാത്തിമയ്ക്ക് മഹർ കൊടുക്കാൻ എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ ഒന്നുമില്ല. പിന്നെ എങ്ങനെയാ കെട്ടുക? ഫാത്തിമയെ കെട്ടണ്ടേ? എങ്ങനെയാ കെട്ടുക? വിവാഹം കഴിക്കുക, മഹർ കൊടുക്കണ്ടേ? അലി റളിയല്ലാഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എവിടെ നിന്റെ പടയങ്കി? യുദ്ധത്തിലെ ഉപയോഗിക്കുന്ന താങ്കളുടെ പടയങ്കി, സ്വന്തമായിട്ടുള്ള പടയങ്കി എന്തിയെ? പരിചയന്തിയെ? പടയങ്കി എന്തിയെ? അതെന്റെ പക്കലുണ്ട് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് വിൽക്കാൻ പറഞ്ഞു. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അതുകൊണ്ടുപോയി കമ്പോളത്തിൽ കൊണ്ടുപോയി വിറ്റ് കിട്ടിയ കുറച്ചു പൈസയ്ക്ക് അലി റളിയല്ലാഹു അൻഹു അന്ന് പുതിയ പെണ്ണിന് ഉടുക്കാൻ കൊടുക്കാനുള്ള പുതിയ വസ്ത്രം വാങ്ങിച്ചു. അതേപോലെ തന്നെ മഹറിന് ബാക്കിയുള്ള പൈസ മഹറിനും ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു എടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹർ ധനമല്ലാത്തതും സ്വീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കുന്നത്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ മുസ്ലിമാണ്, ഇസ്ലാം മതം സ്വീകരിച്ചവരാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കാൻ വിവാഹാലോചന നടത്തി. കാരണം അബൂ തൽഹയെ പോലെ സത്യസന്ധനായ, സൽസ്വഭാവിയായ, ധനാഢ്യനായ, സുമുഖനായ വേറൊരാള് ഉണ്ടോ എന്നറിയില്ല. അപ്പൊ ഏതൊരാള് വിവാഹാലോചന നടത്തിയാലും അത് സ്വീകരിക്കപ്പെടും. അങ്ങനെ അബൂ തൽഹ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയെ വിവാഹാലോചന നടത്തിയപ്പോൾ ഉമ്മു സുലൈം പറഞ്ഞു, കുഴപ്പമാണല്ലോ, നിങ്ങളുടെ വിവാഹാലോചന ഞാൻ തിരസ്കരിക്കുന്നില്ല. പക്ഷേ ഞാൻ മുസ്ലിമും നിങ്ങൾ മുസ്ലിം അല്ലാത്ത അമുസ്ലിമായ ആളാണ്. നമ്മൾ തമ്മിൽ വിവാഹം കഴിക്കൽ എന്താണ്? പറ്റുകയില്ല, നിയമപ്രകാരം പറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താകണം? മുസ്ലിമാകണം.
നിങ്ങൾ മുസ്ലിം ആകുകയാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമത വിശ്വാസം, ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതിനെ മഹറായി സ്വീകരിച്ചു കൊണ്ടിട്ട് അവർ വിവാഹത്തിന് തയ്യാറായി. വേറെ ഒന്നും മഹറാണ്. വേറൊരു സഹാബി സഹൽ ബിൻ സഅദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി നബിയുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, ആ സ്ത്രീയെ, ഇന്ന സ്ത്രീയെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സ്ത്രീയെ വിവാഹം കഴിച്ചു തരാം, പക്ഷേ നിനക്ക് മഹറായി കൊടുക്കാൻ കയ്യിലെന്തുണ്ടെന്ന് ചോദിച്ചു. ഇവിടെ എല്ലാം മഹറാണ് ചർച്ച. ഇന്ന് എവിടെയാ മഹർ ചർച്ച ചെയ്യുന്നത്? നമ്മളൊരു മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്? മഹറിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാറുണ്ട്. ചെറുക്കനോട് നമ്മൾ ചോദിക്കാറുണ്ട്, ചെറുക്കൻ വീട്ടുകാരോട് ചോദിക്കാറുണ്ടോ, നിങ്ങൾ എന്റെ മകൾക്ക് എത്ര മഹർ കൊടുക്കുമെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്? ആരെങ്കിലും ചോദിക്കാറുണ്ട്? ഇല്ല. എന്തുകൊണ്ട്? മഹറിനെ പറ്റിയുള്ള ബോധം നമുക്കില്ലാത്തത്. ഇന്ന് മഹറിന്റെ അതേ സ്ഥാനത്ത് സ്ത്രീധനം എന്ന് പറയപ്പെടുന്ന ദുരാചാരം കടന്നു വന്നപ്പോ മഹറിൽ മൂടിപ്പോയി എന്ത്? സ്ത്രീധനം. അതാണ് വിഷയം. നോക്കൂ നിങ്ങൾ, അള്ളാഹു റസൂലിന്റെ കാലത്ത് ചർച്ചയ്ക്ക് സാമ്പത്തിക ചർച്ച എന്ന് പറയുന്നത് മഹറേ ഉള്ളൂ. ഈ ചെറുപ്പക്കാരൻ വന്നിട്ട് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചോദിച്ചു, നബിയെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. നബി ചോദിച്ചു, എന്ത് മഹർ കൊടുക്കാനുണ്ട്? അപ്പൊ പറഞ്ഞു, ഒന്നുമില്ല. പിന്നെ എങ്ങനെ കല്യാണം കഴിക്കുക? എന്റെ ഈ ഉടുതുണ്ടല്ലാതെ, ഉടുതുണി അല്ലാതെ വേറെ ഒന്നുമില്ല നബിയെ, ഈ ഉടുമുണ്ടല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ ഉടുമുണ്ട് ആ പെണ്ണിന് കൊടുത്തിട്ട് പിന്നെ നീ മുഴുവനും നടക്കുമോ? നീ മുഴുവനും നടക്കുമോ? ഈ ഉടുമുണ്ട് ആ സ്ത്രീക്ക് കൊടുത്തിട്ട് മഹർ കൊടുത്തിട്ട് നീ മുഴുവനും നടക്കുമോ? വേറെ എന്തെങ്കിലും അന്വേഷിക്കാൻ പറഞ്ഞു, ഒട്ടൊന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോഴും ഈ സഹാബി എന്ത് ചെയ്തു? പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു, നബി ഞാൻ പലതും അന്വേഷിച്ചു നോക്കും, ഒന്നുമില്ല. അത്രയും കഷ്ടപ്പാടാണ്. ഒന്നുമില്ല നബി, എന്റെ ഒന്നുമില്ല, കൊടുക്കാൻ വേറെ ഒന്നുമില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് നീ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ഈ സഹാബി പറഞ്ഞു, നബിയെ ഇന്ന സൂറത്തുകൾ, ഇന്ന അധ്യായങ്ങൾ എനിക്ക് കാണാതെ അറിയാം, ഞാൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്. ശരി, ഓക്കെ, അത് നീ എന്ത് ചെയ്യും? നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന് ആ സൂറത്തുകൾ നീ പഠിപ്പിച്ചു കൊടുക്ക്, അത് നിന്റെ മഹറാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരുമ്പിന്റെ മോതിരം മുതൽ അധ്യാപനം, ഖുർആൻ പഠിപ്പിക്കൽ വരെ, അതുപോലെ തന്നെ സ്വർണത്തിന്റെ കൂമ്പാരം വരെയും മഹർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിശ്ചിതമായ ഒരു അളവ് ഇന്നതാണ് കൊടുക്കേണ്ടത് എന്ന് പറയപ്പെട്ടിട്ടില്ല. ഹനഫി മദ്ഹബ് അനുസരിച്ച് 10 ദിർഹമിൽ കുറയരുത് എന്നുള്ളതാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പെണ്ണിന് മഹർ നിശ്ചയിക്കുമ്പോൾ സ്വാഭാവികമായും ആ പെണ്ണിന്റെ, ആ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം, അവളുടെ കുടുംബം, അതേപോലെ തന്നെ അവളുടെ സൗന്ദര്യം, അവളുടെ ദീന്, അവളുടെ പക്വത, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിട്ടാണ് ആ പെൺകുട്ടിക്ക് മഹർ നമ്മൾ നിശ്ചയിക്കേണ്ടത്. തീരെ കുറയ്ക്കരുത്, തീരെ നമ്മൾ കുറയ്ക്കരുത്. മൂല്യമുള്ളതായിരിക്കണം എന്നതാണ്. അതാണ് വിവാഹ മൂല്യം എന്ന് പറയുന്നത്. ഒരു മൂല്യമായ ഒന്ന് പെണ്ണിന് നൽകുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതൊരു പെണ്ണിന് കൊടുക്കുന്ന ഒരു പരിഗണനയാണ്, ഒരു ഇജ്ജത്താണ്. എന്നാൽ ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളതുപോലെയുള്ള ആണുങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ, ഏതുപോലെ സ്ത്രീധനം എന്ന് പറയപ്പെടുന്നത് കുതിച്ചുയർന്നതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിൽ മഹറും കുതിച്ചുയരാൻ തുടങ്ങി. ഒരാള് അറബ് രാജ്യത്തിൽ ഒരാൾ വിവാഹം കഴിക്കണമെങ്കിൽ ആദ്യമായി സ്വന്തമായി വീട് വേണം, അതുപോലെ തന്നെ സഞ്ചരിക്കാൻ കാർ വേണം, അതേപോലെ തന്നെ ആ പെണ്ണ് ചോദിക്കുന്ന അത്രയും ദീനാറുകളോ ദിർഹമുകളോ റിയാലുകളോ മഹറായി കൊടുത്തിരിക്കണം. എല്ലാവർക്കും കല്യാണം കഴിയാൻ പറ്റും. അതിൽ 40-50 ഒക്കെ ആയ അറബികൾ ഇങ്ങനെ നടക്കുന്നു. ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മഹർ എവിടെയെന്നറിയാവും? സർക്കാർ നിയന്ത്രിക്കേണ്ട ഒരവസ്ഥ വന്നു ഈ അടുത്ത സമയത്ത്. പുതിയ രാജാവ് കടന്നു വന്നത് കുവൈത്തിലാണ്. അലറേഞ്ചിനൊന്നും പറ്റില്ല. 1 കോടി 2 കോടിയൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു പെണ്ണിനെ കെട്ടാൻ പറ്റത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. അത്രയ്ക്ക് വിലയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ആയത്തിൽ പറഞ്ഞ രണ്ടാമത്തത്, നമ്മളൊക്കെ മഹർ കൊടുത്ത് വിവാഹം കഴിച്ചവരാണ്. ആ മഹർ ഇപ്പോഴെവിടെയുണ്ടോ?
ഉണ്ടോ? കൊടുത്ത മഹർ ഇപ്പോഴും അവരേലുണ്ടോ? അവർ ചെലവാക്കിയോ അത് നമ്മളെടുത്ത് ചെലവാക്കിയോ? നമ്മളെടുത്ത് ചെലവാക്കിയിട്ടുണ്ട് എങ്കിൽ അത് സംതൃപ്തിയോടുകൂടി, മനസ്സ് നിറഞ്ഞ നല്ല സംതൃപ്തിയോടുകൂടിയാണ് ഭാര്യ നമുക്ക് നൽകിയത്, നമ്മൾ അതിൽ നിന്ന് ചിലവാക്കിയതെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. നേരെ മറിച്ച് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നിങ്ങളുടെ മഹർ തന്നതാക്കും, എനിക്ക് കൊണ്ടുപോകുന്നതാക്കും, എനിക്ക് ഇങ്ങനെടുത്ത് തരണം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഭാര്യ ചോദിക്കുന്നുവെങ്കിൽ അത് തൃപ്തിയോടെ തന്നതല്ല, അത് ഉപയോഗിക്കൽ ഹറാമാണ്. അതാണ് നേരം. ഇപ്പൊ ആകെ ബേജാറായില്ലേ? വീട്ടിൽ പോയിട്ട് ഭാര്യയോട് ചോദിക്കണം, ഇവിടെ നീ ഇടയ്ക്ക് തന്നത്, ഊരി തന്നത് നല്ല തൃപ്തിയോടെ ആക്കുമോ? നീ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടല്ലോ, അത് എങ്ങുകൊണ്ട് വെച്ചിങ്ങ്, എങ്ങുകൊണ്ട് തുറച്ചിങ്ങ്, ആകെ അതേ ഉണ്ടായിരുന്നു. അതിൽ കൈവയ്ക്കൽ, അതിൽ കൈവയ്ക്കൽ. എത്ര ദാരിദ്ര്യമാണെങ്കിലും അതിനകത്ത് കയറി കൈവയ്ക്കൽ. കാരണം എന്താ? അള്ളാഹു അവരെ നമുക്ക് ഹലാലാക്കി തന്നു. നമ്മുടെ വികാര പൂർത്തീകരണത്തിന് അവരെ ഹലാലാക്കി തന്നതിന്റെ വിഹിതമാണ് നമ്മൾ ആ കൊടുത്തത്. അതിൽ നമ്മൾ കൈവയ്ക്കൽ. എത്ര കഷ്ടപ്പാടുണ്ട്. ഇനി നമ്മുടെ കഷ്ടപ്പാട് അറിഞ്ഞുകൊണ്ട് നല്ല മനസ്സംതൃപ്തിയോടെ എനിക്ക് എന്നത്തേക്ക് പാഴോട്ട്, എനിക്ക് തന്നതല്ലയോ, എനിക്ക് തന്നതല്ല, ഇതെന്റെ മുതലല്ലേ, നാം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് സംതൃപ്തിയോടുകൂടി എടുത്ത് തരികയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, ഓക്കെ. അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ. അപ്പൊ മനസ്സിലായില്ലേ? മാർ കൊടുക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഇവിടെ തന്നല്ല. 5 പവന്റെ സ്വർണ്ണ മഹർ പറഞ്ഞിട്ട് ഇതേവരെ കൊടുക്കാത്തവരുണ്ടെങ്കിൽ വലിയ കഷ്ടമാണ് കേട്ടോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ നിബന്ധന വെക്കുന്നതിൽ ഏറ്റവും പൂർത്തീകരിക്കാൻ അർഹതപ്പെട്ടത്, പൂർത്തീകരിക്കപ്പെടേണ്ടത്, പാലിക്കപ്പെടേണ്ടത്, ഏറ്റവും പരിഗണനയുള്ളത് ഒന്നാമത്തത് മഹറാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നിബന്ധന വെച്ചിട്ടാണ്, ഇത്ര മഹറിന് പകരം ഞാനിതാ എന്റെ മകളെ നിനക്ക് വിവാഹം കഴിച്ചു തന്നിരിക്കുന്നു എന്നാണ് പറയുക. ഇനി മഹർ എപ്പോഴാണ് കൊടുക്കുക? വിവാഹത്തിന്റെ സമയത്ത് മഹർ പറയപ്പെടുകയും ആ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, മഹർ കൊടുത്ത നിർബന്ധമാണ്. എന്നാൽ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് തന്റെ ഭാര്യയെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് മഹർ കൊടുത്ത് പൂർത്തീകരിച്ചിരിക്കണം. അതാണ് സൂക്ഷ്മത എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതാണ് മഹറിനെ സംബന്ധിച്ച് കുറെ സഹാബത്തിന്റെ മഹറിനെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.